ഹായ് വൺ ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് സജി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2024 ബികോം ബാച്ചിലെ 4ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്നൊരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കൈകാര്യം ചെയ്യാവുന്നത്. ഈ ഒരു സബ്ജക്റ്റിനകത്ത് പ്രധാനമായിട്ടും 6 ബ്ലോക്സുകളാണ് പഠിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ബ്ലോക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബ്ലോക്സുകളിലും 2 യൂണിറ്റ്സും രണ്ടാമത്തെ ബ്ലോക്കിൽ മാത്രം 3 യൂണിറ്റ്സ് പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ഒന്നാമത്തെ ബ്ലോക്കാണ്. ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേരെന്താണ്? അക്കൗണ്ടിംഗ് ഫോർ ഷെയർസ് ആണ്. ഈ ബ്ലോക്കിനകത്ത് പ്രധാനമായിട്ടും 2 യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ, രണ്ടെന്ന് പറയുന്നത് ഇഷ്യൂ ഷെയർസ് ആൻഡ് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഷെയർസ്. അത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റിൽ പേരെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഈ യൂണിറ്റിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ആൻഡ് ലയബിലിറ്റി. നമുക്കറിയാം വാട്ട് ആർ ദി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും 3 ഇതായിട്ടാണ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ടെന്ന് പറയുന്നത് പാർട്ണർഷിപ്പ്, മൂന്നെന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോ വാട്ട് ആർ ദി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, 2 പാർട്ണർഷിപ്പ്, 3 ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ? എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഹു ഇൻവെസ്റ്റസ് ദ ക്യാപിറ്റൽ. എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഹു ഇൻവെസ്റ്റസ് ദ ക്യാപിറ്റൽ. അതായത് ഒരാൾ മാത്രം ക്യാപിറ്റൽ ഇറക്കി നടത്തുന്ന ബിസിനസ്സിനെയാണ് എന്തെന്ന് പറയുക? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ആ വ്യക്തി മാത്രം ചെയ്യുക? ക്യാപിറ്റൽ കൊണ്ടുവരണം. അയാളെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ വേറെ പേര് എന്താ പറയാ? സോൾ ട്രേഡർ അല്ലെങ്കിൽ വൺ സെല്ലർ. ഓക്കെ. രണ്ടെന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ആണ്. എന്താണ് ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? A business run by 2 or more persons based on an agreement. A business run by 2 or more persons based on an agreement. അത് എന്താ പറഞ്ഞിരിക്കുന്നത്? 2ഓ അതിലധികമോ ആളുകള് കരാറിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നടത്തുന്ന ബിസിനസ്സിനെയാണ് എന്തെന്ന് പറയുക? പാർട്ണർഷിപ്പ് എന്ന് പറയുക. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് എന്താണ്? ഒരു വ്യക്തി മാത്രം ക്യാപിറ്റൽ ഇറക്കി നടത്തുന്ന ബിസിനസ്സിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് 2ഓ അതിലധികമോ ആളുകൾ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ 2 ഫോംസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്പെഷ്യൽ ഫീച്ചർ പറയാനുള്ളത്. ഈ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞ 2 ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ് ഏതൊക്കെയായിരുന്നു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ണർഷിപ്പും. ഈ 2 ഫോംസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? ലയബിലിറ്റി പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഈ 2 ഫോംസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം. എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം. എന്താണ് ഈ അൺലിമിറ്റഡ് പറയാനുള്ള കാരണം? This means if the business falls into heavy debt and the business assets are not enough to repay it, the owners must use their personal assets to settle the debts. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിസിനസ് ഫോംസിന്റെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും പാർട്ണർഷിപ്പിനും എപ്പോഴും എന്തായിരിക്കണം? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം അല്ലെ? എന്താണ് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി പറയാനുള്ള കാരണം? This means if the business falls into heavy debt of the business assets are not enough to repay it, the owners must use the personal asset to settle the debts. അതായത് ബിസിനസ് വലിയ കടക്കണിലാവുകയും ബിസിനസ്സിലെ അസറ്റുകള് എത്ര സെയിൽ ചെയ്തിട്ടും കടം തീരാതിരിക്കുകയും ചെയ്താൽ ഓണേഴ്സിന്റെ വ്യക്തിപരമായ സ്വത്തുക്കൾ, അപ്പൊ ഓണേഴ്സിന്റെ വ്യക്തിപരമായ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ വീടാവാം, അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആവാം. അപ്പൊ ഇവരെ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ഉപയോഗിച്ച് ആ കടം വീട്ടേണ്ടി വരും.
മനസ്സിലായോ? അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി പറയാനുള്ള കാരണം? ബിസിനസ് വലിയ കടക്കിന് ലാഭിക്കുകയും ബിസിനസ്സിലെ അസറ്റുകൾ വിറ്റിട്ടും കടം തീരാതിരിക്കുകയും ചെയ്താൽ ഓണേഴ്സിന്റെ വ്യക്തിപരമായ സ്വത്തുക്കൾ, അതായത് വീടോ ആഭരണങ്ങളോ ബാങ്ക് ബാലൻസോ ഇവ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കടം വീട്ടേണ്ടി വരും. നേരെ മറിച്ച് മൂന്നാമത്തെ ഫോംസ് ഓഫ് ബിസിനസ് ആയിട്ട് അറിയപ്പെടുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കും. എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കും. എന്താ അത് പറയാനുള്ള കാരണം? അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എപ്പോഴും എന്തായിരിക്കണം? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം? എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് എ ലീഗൽ ഐഡന്റിറ്റി. കണ്ടോ? നിയമപരമായ വ്യക്തിത്വമുള്ള ബിസിനസ് രീതിയാണ് ഇവിടെ പറയുന്നത്. നിയമപരമായ വ്യക്തിത്വമുള്ള ബിസിനസ് രീതിയാണ് എന്തെന്ന് പറയുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനല്ലേ? അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി എപ്പോഴും ആയിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ആകണം. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി പറയാനുള്ള കാരണം? അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമപരമായ വ്യക്തിത്വമുള്ള ബിസിനസ് രീതിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് കാര്യമാണ്. അപ്പൊ ഇത്രയും മനസ്സിലായോ? അപ്പൊ വാട്ട് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? ഒന്നെന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ട് പാർട്ണർഷിപ്പ്, മൂന്നെന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെയും പാർട്ണർഷിപ്പിന്റെയും ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം. എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം അല്ലെ? മൂന്നാമത്തെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കണം. അപ്പൊ അതിലെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി പറയാനുള്ള കാരണം? എന്താ പറയാനുള്ള കാരണം? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമപരമായ വ്യക്തിത്വമുള്ള ബിസിനസ് രീതിയാണ്. ഓക്കെ. ഒരു കാര്യം പറയാൻ പറ്റി, ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെയും പാർട്ണർഷിപ്പ് നമ്മൾ ആരെ മെൻഷൻ എപ്പോഴും ഓണേഴ്സിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആരെ മെൻഷൻ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഓക്കെ. അതെപ്പോഴും ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പറ്റത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, സാധാരണ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവണം. വാട്ട് ഈസ് മീൻ ബൈ ദ ക്യാപിറ്റൽ? അപ്പൊ എന്താണ് ക്യാപിറ്റൽ പറഞ്ഞത്? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ബിസിനസ്, അല്ലെ? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദ ബിസിനസ്, അല്ലെ? ഒരു ഓണർ ബിസിനസ്സിൽ എന്ത് ചെയ്യുക? എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എന്തായിരിക്കാം? എന്തായിരിക്കും ഷെയർ ക്യാപിറ്റൽ പറഞ്ഞാല്? എന്താ പറയുന്നത്? The large amount of money a company collects for its business needs is called the capital. അപ്പൊ എന്താ ഷെയർ ക്യാപിറ്റൽ പറയുന്നത്? എന്താ പറയുന്നത്? The large amount of money a company collects for its business needs is called capital. അതായത് ഒരു കമ്പനി അതിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കളക്ട് ചെയ്യുന്ന വലിയൊരു എമൗണ്ടിനെയാണ് എന്താ വിളിക്കുക? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനി അതിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കളക്ട് ചെയ്യുന്ന വലിയൊരു എമൗണ്ടിനെയാണ് എന്താ പറയുക? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തെന്താണ്? ഷെയർ ആണ്, അല്ലെ? എന്താ ഷെയർ എന്ന് പറഞ്ഞാല്? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? The capital is divided into small equal units. This capital is divided into small equal units. വലിയ ക്യാപിറ്റലിനെ തുല്യമായ ചെറിയ പാർട്സുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. വലിയ ക്യാപിറ്റലിന് തുല്യമായ ചെറിയ പാർട്സുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈച്ച് യൂണിറ്റ് ഈസ് കാൾഡ് എ ഷെയർ. ഈ ഓരോ ചെറിയ ഭാഗത്തെയും നമ്മൾ എന്ത് വിളിക്കുന്നു? ഷെയർ എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കി. ഇഫ് എ കമ്പനി നീഡ്സ് ₹1 lakh ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 10,000 parts of ₹10 each, then each ₹10 unit is a share. അപ്പൊ എന്താ വിളിക്കുന്നത്?
1,00,000 രൂപ ക്യാപിറ്റലുള്ള ഒരു കമ്പനി അതിനെ 10 രൂപ വിലയുള്ള 10,000 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ ഓരോ 10 രൂപയും എന്ന് പറഞ്ഞിട്ടാണ് ഷെയർ തന്നെയായിരിക്കും. 1,00,000 രൂപ ക്യാപിറ്റലുള്ള ഒരു കമ്പനി അതിനെ 10 രൂപ വിലയുള്ള 10,000 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്താൽ ഓരോ 10 രൂപയും എന്ത് തന്നെയാണ്? ഷെയർ തന്നെയാണ്. അടുത്താണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ. ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത് the nominal value assigned to each share by the company. The nominal value assigned to each share by the company. ഒരു ഷെയറിന് കമ്പനി നിശ്ചയിച്ചുള്ള ബേസിക് പ്രൈസ് ആണിത്. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു 1,00,000 രൂപയുടെ ഷെയറുകൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഷെയറിന് നമ്മൾ എത്ര പറഞ്ഞില്ലേ? 10 രൂപയാണ്. അപ്പൊ ആ 10 രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ ആവാം. മനസ്സിലായോ? 1,00,000 രൂപയുടെ ഷെയർ ആവണമെങ്കിൽ ഒരു ഷെയറിന് വില എത്ര രൂപയായിരിക്കും? 10 രൂപയായിരിക്കും. ആ 10 രൂപ നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് 1 രൂപയാവാം, ചിലപ്പോൾ 10 രൂപയാവാം, ചിലപ്പോൾ 1000 രൂപയാവാം. അപ്പൊ ഒരു ഷെയറിന്റെ വിലയാണ് എന്തെന്ന് പറയുന്നത്? ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു ഷെയറിന് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള ബേസിക് പ്രൈസിനാണ് നമ്മൾ പറയുന്നത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഷെയർ ഹോൾഡർ. ആരാണ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞത്? എ പേഴ്സൺ ഹൂ ബൈസ് ഷെയർസ് ഈസ് കോൾഡ് ഷെയർ. They become a part owner of the company. അപ്പൊ ഷെയർ ഹോൾഡർ മീൻസ് എന്താണ്? എ പേഴ്സൺ ഹൂ ബൈസ് ഷെയർസ് ഈസ് കോൾഡ് എ ഷെയർ ഹോൾഡർ. They become a part owner of the company. ഷെയർ വാങ്ങുന്നത് ആരാണോ ആ വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം കമ്പനിയുടെ ഒരു ഭാഗത്തിന്റെ ഓണറായി മാറുന്നു എന്നുള്ളതാണ്. ഷെയർ വാങ്ങുന്നത് ആരാണോ ആ വ്യക്തി നമ്മൾ എന്ത് വിളിക്കുന്നു? ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ആ കമ്പനിയുടെ ഒരു ഭാഗത്തിന്റെ ഓണറായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ ജോൺസൺ കമ്പനി എന്ന് പറയുമ്പോൾ ഏകദേശം കുറെ മനസ്സിലാക്കാം. അപ്പം അവിടുത്തെ ലൈബ്രറി എപ്പോഴും എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആണോ ലിമിറ്റഡ് ആണോ? ലിമിറ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ലിമിറ്റഡ് ലൈബ്രറിയുടെ ബെനിഫിറ്റ്സ് എന്തായിരിക്കാം? അപ്പൊ ബെനിഫിറ്റ് വായിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? A shareholder is responsible only up to the face value of the shares they hold. Even if the company incurs due losses, the shareholder does not have to pay anything beyond the value of their shares. അപ്പൊ ജോൺസൺ കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ ബെനിഫിറ്റ്സ് എന്തായിരിക്കണം? ഒരു ഷെയർ ഹോൾഡറിന് താൻ വാങ്ങിയിട്ടുള്ള ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ടിന് മാത്രം എന്ത് ചെയ്യാൻ മതി? റെസ്പോൺസിബിൾ ആക്കാവൂ. ഒരു ഷെയർ ഹോൾഡറിന് താൻ വാങ്ങിയിട്ടുള്ള ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ടിന് മാത്രം എന്ത് മതി? റെസ്പോൺസിബിൾ കാണിക്കാവൂ. കമ്പനി കോടിക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങിയാലും തന്റെ കൈവശമുള്ള ഷെയറിന്റെ പ്രൈസിനേക്കാൾ ഒരു പൈസ പോലും അധികം നൽകാൻ ഷെയർ ഹോൾഡർ ബാധ്യസ്ഥനല്ല. മനസ്സിലാവും? അപ്പൊ നേരത്തെ അണ്ടബിലിൽ പറയുന്ന കാലത്താണ് അവർക്ക് എത്ര കടം കയറി എന്നാലും ചെയ്യണം, അവർ തന്നെയാണ് ആ കടം എഴുതേണ്ടത്. പക്ഷെ ഇവിടെ ആ കടം എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാം? അപ്പൊ അദ്ദേഹം വാങ്ങിയിട്ടുള്ള ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ട് മാത്രം ചെയ്യാൻ പറയും റെസ്പോൺസിബിൾ കാണിക്കാവും. ഓക്കെ. അപ്പൊ ആ കമ്പനിക്ക് എത്ര കോടിക്കണക്കിന് കടത്തിൽ മുങ്ങിയാലും അയാളുടെ കൈവശമുള്ള ഷെയറിന്റെ പ്രൈസിനേക്കാൾ ഒരു പൈസ പോലും അധികം എന്ത് ചെയ്യാൻ പാടില്ല, നൽകാൻ ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥനല്ല. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എന്താണ് ചോദിക്ക് വാങ്ങിക്കുന്നത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എഴുതണം. എത്ര കാര്യങ്ങളാണ്? ഇവിടെ വരെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഷെയർ ക്യാപിറ്റൽ 1 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഫുള്ളായിട്ട് ചോദിക്കണമെങ്കിൽ ഇത്രയും എഴുതണം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലീഗലി കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്.
നിയമപരമായിട്ട് കമ്പനികളെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ടാണ് തരംതിരിക്കാവുന്നത്. ഒന്നെന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, രണ്ടതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. എന്താണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാല്? സിമിലർ ടു എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ്. സിമിലർ ടു എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ്. ഇതെന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഇടയിലുള്ള ഒരു ചെറിയ കൂട്ടായ്മ പോലെയാണ്. എന്താ പറഞ്ഞത്? ഇത് കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഇടയിലുള്ള ഒരു ചെറിയ കൂട്ടായ്മ പോലെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം നോക്കും, നമ്മൾ ആ സ്ഥാപനത്തിന്റെ ബോർഡ് നോക്കാൻ പറയാൻ പറ്റില്ല. PVT എന്ന് പറഞ്ഞ എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അല്ലെ. അപ്പൊ അവര് ഫ്രണ്ട്സായിട്ട് നടത്തുന്നവരാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നടത്തുന്നവരാവാം അല്ലെ. അതാണ് ഇതിന്റെ പേരാണ് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് നോട്ട് അലൗഡ് ടു റൈസ് ഫണ്ട്സ് ഫ്രം ദി ജനറൽ പബ്ലിക്. നോട്ട് അലൗഡ് ടു റൈസ് ഫണ്ട്സ് ഫ്രം ദി ജനറൽ പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്യാൻ ഇവർക്ക് അനുവാദമില്ല. കാരണം അവർ സ്വന്തമായി നടത്തുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഒന്നെങ്കിൽ ഫ്രണ്ട്സ് വഴിയാവാം, അല്ലെങ്കിൽ ഫാമിലി വഴിയാവാം. അപ്പൊ അവർ നടത്തുന്നത്, അപ്പൊ അവര് തന്നെയാണ് ഈ ഫണ്ട് എന്ത് ചെയ്യുന്നത്, ഇറക്കി ബിസിനസ് നടത്തുന്നത്. മനസ്സിലായോ? അതെന്ന് പറഞ്ഞാല് പൊതുജനങ്ങളിലും എന്ത് ചെയ്യാൻ പാടില്ല, പണം ഒരിക്കലും കളക്ട് ചെയ്യാൻ ഇവർക്ക് അനുവാദമില്ലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻസ് എക്സിസ്റ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. എന്താണ് ഈ റെസ്ട്രിക്ഷൻസ്? അർത്ഥം നിയന്ത്രണമാണ്. എക്സിസ്റ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതിനും അംഗങ്ങളുടെ എണ്ണത്തിനും എന്തുണ്ട്? നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ എത്ര ഷെയറുകൾ കൈമാറ്റം ചെയ്താലും അംഗങ്ങളുടെ എണ്ണത്തിനും എന്തുണ്ടാവണം? നിയന്ത്രണങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആവാം, നമ്പർ ഓഫ് മെമ്പേഴ്സ് ആവാം. ഈ രണ്ടേ കാലത്ത് എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ മനസ്സിലായോ? അപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പറഞ്ഞതാണ് കുടുംബാംഗങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഇടയിലുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മ പോലെയാണെന്നാണ് പറയുന്നത്. ഇത് പൊതുജനങ്ങളിൽ നിന്ന്, അതായത് ജനറൽ പബ്ലിക്, പൊതുജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പണം കളക്ട് ചെയ്യാൻ ഇവർക്ക് അനുവാദമില്ല. അതോടൊപ്പം തന്നെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതിനും അംഗങ്ങളുടെ എണ്ണത്തിനും എന്തുണ്ടാവും? നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഇപ്പൊ എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാല്? അവിടെ പറയുന്നുണ്ട് എന്താണ്? allowed to raise funds from the public by issuing shares. allowed to raise funds from the public by issuing shares. പൊതുജനങ്ങളിൽ നിന്നും ഷെയറുകൾ വഴി ഫണ്ട് കളക്ട് ചെയ്യാൻ അനുവാദമുള്ള കമ്പനികളാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഷെയറുകൾ വഴി ഫണ്ട് കളക്ട് ചെയ്യാൻ അനുവാദമുള്ള കമ്പനികളാണ്. അതുമാത്രമല്ല, can have an unlimited number of shareholders. ഇവർക്ക് എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവർക്ക് എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാണ് ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, യൂഷ്വലി ഫോംഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രോജക്റ്റ്. വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഇത്തരം കമ്പനികളെയാണ് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്. വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇത്തരം കമ്പനികളെയാണ്, ഏത് കമ്പനികളെ? പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെയാണ് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഏതാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്? ഈ ഷെയർ ക്യാപിറ്റൽ ഫുൾ ഡീറ്റെയിൽസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രൈമറി മാർക്കറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്താണ് ഈ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞാല്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ the primary market is a market where a public limited company raises funds for the first time by issuing shares or debentures to the public. അപ്പൊ എന്താ പറയുന്നത്? The primary market is a market where a public limited company raises funds for the first time by issuing shares or debentures to the public. This is a stage where the company directly interacts with the public. അപ്പൊ എന്താ പറയുന്നത്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി
ആദ്യമായി പൊതുജനങ്ങൾക്ക് ഷെയറുകളോ ഡിബഞ്ചറുകളോ നൽകിക്കൊണ്ട് പണം കളക്ട് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് പറയുന്നത്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആദ്യമായി പൊതുജനങ്ങൾക്ക് ഷെയറുകളോ ഡിബഞ്ചറുകളോ നൽകിക്കൊണ്ട് പണം കളക്ട് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, this is a stage where the company directly interacts with the public. കമ്പനി നേരിട്ട് പൊതുജനങ്ങളുമായി ഇടപെടുന്ന ഘട്ടമാണിത്. കമ്പനി നേരിട്ട് പൊതുജനങ്ങളുമായി ഇടപെടുന്ന സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര മനസ്സിലാക്കാം, അത് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കീ പോയിന്റ് ടു റിമെമ്പർ. ഇത് 2025 അതായത് ബികോമിൽ നിങ്ങളുടെ സീനിയർ ബാച്ചിന് ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ 3. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നെന്താ പറയുക, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, റെക്കഗ്നൈസ്ഡ് ബൈ ലോ ആസ് എ സെപ്പറേറ്റ് ലീഗൽ ഇൻഡിവിജ്വൽ. ഒരു കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, recognized by law as a separate individual. നിയമത്തിന്റെ കണ്ണിൽ മനുഷ്യനെ പോലെ തന്നെ ഒരു വ്യക്തിയായി കമ്പനി കാണുന്നു എന്നുള്ളതാണ്. നിയമത്തിന്റെ കണ്ണിൽ മനുഷ്യനെ പോലെ തന്നെ ഒരു വ്യക്തിയായി കമ്പനി കാണുന്നു എന്നതാണ്. അവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി രണ്ടെന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, the company and its owners are legally different. കമ്പനിയും അതിന്റെ ഓണേഴ്സും നിയമപരമായി വെവ്വേറെ തന്നെയായിരിക്കും. കമ്പനിയും അതിന്റെ ഓണേഴ്സും നിയമപരമായി വെവ്വേറെ ആയിരിക്കും. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, പ്രൊട്ടക്ട്സ് ദ പേഴ്സണൽ അസറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. പ്രൊട്ടക്ട്സ് ദ പേഴ്സണൽ അസറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ വ്യക്തിപരമായ സ്വത്തിന് എന്ത് കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വത്തിന് എന്ത് കൊടുക്കണം, സുരക്ഷിതത്വം, അതായത് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി ഉദ്ദേശിക്കുന്ന ഫോംസ് ഏതാണ്, ബിസിനസ് ഫോംസ് ഏതാണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ടേംസ് എന്ത് ചെയ്യണം, നല്ലപോലെ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് കഴിഞ്ഞ വർഷം 2 മാർക്കിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് സ്റ്റോക്ക്. അപ്പൊ 2 ഡിഫറൻസ് എഴുതിയാൽ മതി. നമുക്കിവിടെ 4 കാര്യങ്ങളുണ്ട്. ഷെയറിനും 4 കാര്യം, സ്റ്റോക്കിനും 4 കാര്യം. അപ്പൊ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ചോദിച്ചാലും മീനിങ് ചോദിച്ചാലും ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഷെയർ ആൻഡ് സ്റ്റോക്ക് തമ്മിലുള്ള വ്യത്യാസം. ആദ്യം നമുക്ക് ഷെയർ എന്താണെന്ന് നോക്കാം, അതിനുശേഷം ചെയ്യാം സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ് ഷെയർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എ ഷെയർ ഇസ് ഈച്ച് സ്മോൾ യൂണിറ്റ് ഇൻടു വിച്ച് എ കമ്പനീസ് ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ഷെയർ ഇസ് ഈച്ച് സ്മോൾ യൂണിറ്റ് ഇൻടു വിച്ച് എ കമ്പനീസ് ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ്. ഒരു കമ്പനിയുടെ ഉടമസ്ഥ അവകാശത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക, ഷെയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, 1 ലക്ഷത്തിന്റെ ഷെയറുകൾ, 1 ലക്ഷം രൂപയുടെ ഷെയറുകൾ ഉണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ എത്ര ആയിരിക്കും, 10 രൂപയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അത് എത്ര പാസ്സാക്കി മാറ്റുമേ, ആ 1 ലക്ഷം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 10,000 വരും അല്ലെ. അപ്പൊ ഈ 10 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഷെയർ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ പറയുക, ഒരു കമ്പനിയുടെ ഉടമസ്ഥ അവകാശത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മൾ അറിയപ്പെടുന്നത് ഷെയർ എന്ന് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ഇത് റെപ്രസെന്റ്സ് എ പാർട്ട് ഓഫ് ദി ഓണർഷിപ്പ് ഇൻ എ കമ്പനി. ഇതെന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരാൾക്ക് എത്രത്തോളം ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഒരു കമ്പനിയിൽ ഒരാൾക്ക് എത്രത്തോളം ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഫ് എ കമ്പനി ഹാസ് 1 lakh shares and a person holds 10,000 shares, then that person owns 1/10 share of the
കമ്പനി. ഈ 1/10 മീൻസ് പറഞ്ഞതാണ് 10% എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, 1,00,000 ഷെയറുകൾ പുറത്തിറക്കിയ ഒരു കമ്പനിയുടെ 10,000 ഷെയറുകൾ ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് ആ കമ്പനി എന്തുകൊണ്ട് 1/10 ഷെയറിന് ഉടമസ്ഥാവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് 10% ഉണ്ടെന്നാണ് പറയുന്നത്. 1,00,000 ഷെയറുകൾ പുറത്തിറക്കിയ ഒരു കമ്പനിയുടെ 10,000 ഷെയറുകൾ ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് ആ കമ്പനി എന്തുകൊണ്ട് 1/10 ഷെയറുള്ള ഉടമസ്ഥാവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഷെയർസ് ഓൾവേസ് ഹാവ് ഈക്വൽ വാല്യൂ. ഷെയറുകൾ എന്തായിരിക്കണം, തുല്യ വാല്യൂ ഉള്ളതായിരിക്കണം. ഷെയർസ് ഓൾവേസ് ഹാവ് ഈക്വൽ വാല്യൂ. ഷെയറുകൾ എന്തായിരിക്കണം, തുല്യ വാല്യൂ ഉള്ളതായിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞിട്ടോ, 1,00,000 രൂപയുടെ ഷെയർ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായി, 10,000. അപ്പം ഈ 10,000 എത്ര വർഷം പോകും, 10 വർഷം പോകും. അപ്പൊ ഈ 10,000 എല്ലാം ഒരേപോലെ ഇല്ലയോ, അതാണ് ഈക്വൽ വാല്യൂ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ്, സ്റ്റോക്ക് ആണ് അല്ലെ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, എന്താണ് ഈ സ്റ്റോക്ക് എന്ന് പറയാനുള്ള കാരണം നോക്കി. സ്റ്റോക്ക് റെഫേഴ്സ് ടു ദി അഗ്രിഗേറ്റിംഗ്, അതായത് ടോട്ടൽ എന്ന് പറയാം, ഓഫ് ഷെയർസ് ഓഫ് വൺ ഓർ മോർ കമ്പനീസ്. എന്താ പറയുന്നത്, സ്റ്റോക്ക് റെഫേഴ്സ് ടു ദി അഗ്രിഗേറ്റ് ഓഫ് ഷെയർസ് ഓഫ് വൺ ഓർ മോർ കമ്പനീസ്. ഒന്നോ അതിലധികമോ കമ്പനികളുടെ ഷെയറുകളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുക, സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഒന്നോ അതിലധികമോ കമ്പനികളുടെ ഷെയറുകളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുക, സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, it represents the total ownership value held by a person in one or more companies. അപ്പോൾ എന്താ പറയുന്നത്, it represents the total ownership value held by a person in one or more companies. ഇത് ഓണേഴ്സിന് ഒന്നോ അതിലധികമോ കമ്പനികളിലുള്ള ഭാഗികമായ ഉടമസ്ഥ അവകാശത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. ഓണേഴ്സിന് ഒന്നോ അതിലധികമോ കമ്പനികളിലുള്ള ഭാഗികമായ ഉടമസ്ഥ അവകാശത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ് യൂണിറ്റ്സ് whereas stock may not necessarily be fully paid up. Shares are fully paid up units whereas stock may not necessarily be fully paid up. അതായത് ഷെയറുകൾ സാധാരണയായി പൂർണ്ണമായി അടച്ചു തീർത്ത, അതാണ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയും, പൂർണ്ണമായി അടച്ചു തീർത്ത യൂണിറ്റുകളാണ്. എന്നാൽ സ്റ്റോക്ക് നിർബന്ധമായും പൂർണ്ണമായി അടച്ചിലായിരിക്കണമെന്നില്ല. അപ്പൊ എന്താ പറയുന്നത്, ഷെയറുകള് സാധാരണയായിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് യൂണിറ്റ്സ് ആയിരിക്കും, അത് അടച്ചു തീർത്ത യൂണിറ്റുകളായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് സ്റ്റോക്ക് എന്തായിരിക്കും, നിർബന്ധമായിട്ടും അതെന്തല്ല പൂർണ്ണമായി അടച്ചതായിരിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ, ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു സ്റ്റോക്ക്. ഷെയറുകൾ സ്റ്റോക്കാക്കി മാറ്റാൻ കഴിയും, പക്ഷേ സ്റ്റോക്ക് cannot be converted back into ഷെയർസ്. സ്റ്റോക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയറുകളാക്കി മാറ്റാൻ സാധിക്കില്ല. ഷെയറുകള് സ്റ്റോക്ക് ആക്കി മാറ്റാൻ കഴിയും, പക്ഷേ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഷെയറുകളാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എത്ര മനസ്സിലായല്ലോ. അപ്പൊ ഷെയറും സ്റ്റോക്കുകളുടെ ഡിഫറൻസ് ചോദിക്കണമെങ്കിൽ ഇത്രയും എഴുതണം. ഓക്കെ, അപ്പൊ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായോ. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷെയർ ക്യാപിറ്റൽ എന്താണ് അറിയിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്താന്ന് പറഞ്ഞു, ഷെയർ എന്താന്ന് പറഞ്ഞു, ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്താന്ന് പറഞ്ഞു, ഷെയർ ഹോൾഡർ എന്താന്ന് പറഞ്ഞു, ഈ ഷെയർ ക്യാപിറ്റൽ ലിമിറ്റഡ് ലയബിലിറ്റി വരാനുള്ള ഗുണം എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യണം, നല്ലപോലെ പഠിച്ചേക്കണം. പിന്നെ അതിനുശേഷം ഒരു ടോപ്പിക് എന്താണ്, കീ റിമെമ്പർ ടു കീ പോയിന്റ്സ് റിമെമ്പർ ഉണ്ടോ, ആ 3 പോയിന്റ്സ് ചെയ്യണം, നല്ലപോലെ പഠിച്ചേക്കണം. പിന്നെ അതേപോലെ ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും ടോപ്പിക്കാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്, ബാക്കിയെല്ലാം ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.